ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെബി ഇംഗ്ലീഷ് ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എ ത്രീ വേൾഡ് റെവല്യൂഷൻ എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ കുറച്ച് ഭാഗം കൂടെ ബാക്കിയുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൊണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നിങ്ങൾ ആ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ വളരെയധികം യങ്ങായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ കുറേ ബിസിനസ് മേഖലയിൽ നഷ്ടങ്ങൾ സംഭവിച്ചു. പക്ഷേ നമ്മുടെ ഈ ഇർഫാൻ ആലം വന്നതോടുകൂടെ ആ നഷ്ടങ്ങളെല്ലാം അവരുടെ അച്ഛൻ്റെ ഫ്രണ്ട്സുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്യാൻ പറ്റി. അങ്ങനെ അദ്ദേഹം ആ ഒരു ബിസിനസ് മേഖലയിൽ തൻ്റെ ചിന്തകളെല്ലാം എന്ത് ചെയ്തു, ചെലവഴിച്ചു. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം ഡിസ്കസ് ചെയ്യാം. When my parents found out that I was dabbling in the rickshaw sectors as well. അങ്ങനെ ആ സമയത്ത് എൻ്റെ പാരൻസ് എന്ത് ചെയ്തു, എൻ്റെ പാരൻസ് എന്നെപ്പറ്റി കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. ഐ വാസ് ഡാബ്ലിങ് ഇൻ ദ റിക്ഷ സെക്ടർ ആസ് വെൽ. അങ്ങനെ എന്ത് ചെയ്തു, അവർക്ക് മനസ്സിലായി ഞാൻ ഏകദേശം ഈ റിക്ഷ സെക്ടറിലാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്യുന്നത്. അതായത് മുഴുവൻ സമയം ഞാൻ എന്ത് ചെയ്യാണ്, ഈ റിക്ഷ സെക്ടറുമായിട്ടാണ് ഞാൻ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം ആർക്ക് മനസ്സിലായി, എൻ്റെ പാരൻസിന് മനസ്സിലായി. ദേ പുൾഡ് മീ അസൈഡ് ആൻഡ് ആസ്ക്ഡ് മീ ടു സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. അങ്ങനെ അവരെന്ത് ചെയ്തു, പെട്ടെന്ന് എന്നോട് എന്ത് ചെയ്തു, ആ ഒരു ഫീൽഡിൽ നിന്ന് മാറാൻ പറഞ്ഞു. അതായത് ആ റിക്ഷ സെക്ടറിൽ എന്ന ആ ഫീൽഡിൽ നിന്ന് എന്ത് ചെയ്തു, എന്നോട് പിന്തിരിയാൻ പറഞ്ഞു. ആൻഡ് ആസ്ക്ഡ് മീ ടു സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺ മൈ സ്റ്റഡീസ്. എന്നിട്ട് എൻ്റെ പാരൻസ് എന്ത് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, നിൻ്റെ പഠന മേഖലയിലാണ് നീ എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ആര് പറഞ്ഞു, എൻ്റെ പാരൻ്റ് പറഞ്ഞു. സോ ഐ ഷെൽവ്ഡ് ഇറ്റ്. ഷെൽവ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ആ ഒരു ചിന്ത, അതായത് ആ റിക്ഷ സെക്ടർ എന്ന മേഖല, ആ ഒരു ചിന്തക്ക് ഞാൻ എന്ത് ചെയ്തു, അവിടെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ മൈ ഇൻട്രസ്റ്റ് നെവർ വെയിൻ. പക്ഷേ എൻ്റെ ഇൻട്രസ്റ്റ് ഒരിക്കലും എന്തായില്ല, ഡിക്രീസ് ആയില്ല. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും എന്ത് ചെയ്തു, എൻ്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ എൻ്റെ ഫാദറും മദറും എന്ത് ചെയ്തു, ആ ഒരു മേഖലയിൽ നീ എന്ത് ചെയ്യേണ്ട, കൂടുതൽ പെർഫോം ചെയ്യേണ്ട, നീ എന്ത് ചെയ്യണം, കൂടുതൽ പഠന മേഖലയിൽ നീ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ആര് പറഞ്ഞത്, എൻ്റെ പാരൻസ് പറഞ്ഞത്. I kept reading and researching on this sector all through my college days in പോണ്ടിച്ചേരി. അങ്ങനെ ഞാൻ ചെയ്തു, ഞാൻ പോണ്ടിച്ചേരിയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു മേഖലയിലാണ് ഞാൻ എന്ത് ചെയ്തത്, കൂടുതൽ റിസർച്ചിങ് കാര്യങ്ങൾ നടത്തിയത്. വേർ ഐ പെർസ്യൂഡ് മൈ മാസ്റ്റർ ഓഫ് ഫോറിൻ ട്രേഡ് ഡിഗ്രി. അങ്ങനെ പോണ്ടിച്ചേരി എന്ന കോളേജിൽ നിന്നാണ് ഞാൻ ചെയ്തത് മാസ്റ്റർ ഓഫ് ഫോറിൻ ട്രേഡ് ഡിഗ്രി ഞാൻ എന്ത് ചെയ്തത്, അച്ചീവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടുതൽ പറയുന്നത് തൻ്റെ പാരൻസിന് ഈ ഒരു മേഖലയിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിന് എന്തായിരുന്നു, ഈ ഒരു മേഖലയിൽ തൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു ആരുടെ ആഗ്രഹം, നമ്മുടെ ഫേമസ് എൻ്റർപ്രനറായ ഇർഫാൻ ആലമിൻ്റെ ആഗ്രഹം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വാസ് ദ സ്പാർക്ക് ദാറ്റ് റിവൈവ്ഡ് ദിസ് ഐഡിയ. അതായത് ഈ ഐഡിയൻ്റെ സ്പാർക്ക് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്. ഓക്കെ, in 2006, an Indian TV show called Business Bazigar launched an entrepreneur hunt and solicited ideas for new business. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഇദ്ദേഹത്തിന് ഈ ഒരു ഐഡിയൻ്റെ സ്പാർക്ക് എവിടെ നിന്നാണ് ലഭിച്ചതെന്നാണ്. അങ്ങനെ 2006 ഒരു TV പ്രോഗ്രാം, എന്താണ് ആ TV പ്രോഗ്രാമിൻ്റെ നെയിം എന്താണ്, ബിസിനസ് ബസിഗർ. അവരെന്ത് ചെയ്തു, ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. എന്താണ് ആ പ്രോഗ്രാമിൻ്റെ എയിം എന്തായിരുന്നു, എൻ്റർപ്രീനർ ഹണ്ട്. അതായത് ബിസിനസ് പേഴ്സൺസിനെ എന്ത് ചെയ്യുക, ഹണ്ട് ചെയ്യുക. ആൻഡ് സോളിക്ട് ഐഡിയാസ് ഫോർ ന്യൂ ബിസിനസ്. പിന്നെ പുതിയ ബിസിനസ്സിനുള്ള ഐഡിയാസ് എന്ത് ചെയ്യുക, ഇൻവൈറ്റ് ചെയ്യുക. ഈ 2 എയിമോട് കൂടെ എന്ത് ചെയ്തു, ബിസിനസ് ബസിഗർ എന്നൊരു ചാനലേർ എന്ത് ചെയ്തു, ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഐ എൻറ്റേർഡ് ദീസ് കോൺടെസ്റ്റ് വിത്ത് ബിസിനസ് പ്രപ്പോസൽ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റർ ചെയ്തു. അതായത് എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ പറഞ്ഞാൽ ഇർഫാൻ ആലം, ഓക്കെ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തായാലും നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഐഡിയ ജനങ്ങളുമായിട്ട്
ആളുകളുമായിട്ട് ഷെയർ ചെയ്യുക എന്ന എയിമോട് കൂടെ എന്ത് ചെയ്തു, ഈ കോൺടെസ്റ്റിൽ ഈ ബിസിനസ് ബാസിഗർ എന്ന ചാനലിൽ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമിൽ എൻ്റർ ചെയ്തു, നമ്മുടെ ഇർഫാൻ ആലം എൻ്റർ ചെയ്തു. മൈ ഐഡിയ വാസ് ടു ഓർഗനൈസ് ദ റിക്ഷ സെക്ടർ ആൻഡ് മേക്ക് ഇറ്റ് എ പ്രോഫിറ്റബിൾ വെഞ്ചർ. എൻ്റെ ഐഡിയ എന്തായിരുന്നു, ഞാൻ ആ പ്രോഗ്രാമിൽ എന്ത് ഐഡിയയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്, അതായത് റിക്ഷ സെക്ടർ, ഈ റിക്ഷ മേഖലകൾ ഒന്ന് ഓർഗനൈസ് ചെയ്യുക ആൻഡ് മേക്ക് ഇറ്റ് എ പ്രോഫിറ്റബിൾ വെഞ്ചർ. പിന്നെ ചെയ്യുക, ഈ ഒരു മേഖലയെ ഒരു പ്രോഫിറ്റബിൾ വെഞ്ചർ, ഒരു ബിസിനസ് ഒരു നല്ല പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു ബിസിനസ് സെക്ടറാക്കി മാറ്റുക എന്നതായിരുന്നു എൻ്റെ എയിം. അക്കോർഡിംഗ് ടു മൈ പ്രപ്പോസൽ, അതായത് എൻ്റെ ഡിസിഷൻ എന്തായിരുന്നു, റിക്ഷാസ് വേർ ടു ബി റീഡിസൈൻഡ് സോ ദാറ്റ് ദ സ്പേസ് ഓൺ ദ വെഹിക്കിൾസ് കുഡ് ബി സോൾഡ് ഫോർ ദ പർപ്പസ് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് ബ്രാൻഡ് പ്രൊമോഷൻ. എന്തായിരുന്നു എൻ്റെ മെയിൻ എയിം, എന്തായിരുന്നു, റിക്ഷകൾ റീഡിസൈൻ ചെയ്യുക, എന്നാൽ അതുവഴി ചെയ്യാൻ പറ്റും, ഈ റിക്ഷൻ്റെ സൈഡിലൊക്കെ നല്ല സ്പേസ് ലഭിക്കും. അങ്ങനെ ആ ഭാഗത്ത് അഡ്വർടൈസ്മെൻറ്റും, അതായത് ഓരോ ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റൊക്കെ ചെയ്യാൻ പറ്റും, ഈ റിക്ഷൻ്റെ ഓരോ സൈഡിലും നമുക്ക് ചെയ്യാൻ പറ്റും, സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഓൾസോ ഐ ഇൻഡിക്കേറ്റ് ദാറ്റ് അഡീഷണൽ റവന്യൂ കുഡ് ബി മെയ്ഡ് ബൈ സെല്ലിംഗ് പ്രൊഡ്യൂസ് ലൈക്ക് വാട്ടർ, ജ്യൂസ്, ബിസ്ക്കറ്റ്, മൊബൈൽ കാർഡ്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ടു ദ പാസഞ്ചേഴ്സ്. പിന്നെ അതിന് പുറമെ ഞാൻ വേറൊരു ഐഡിയയും കൂടെ പറഞ്ഞു, ഈ ഓട്ടോ ഡ്രൈവർമാരെ എന്ത് ചെയ്യണം, പല കാര്യങ്ങൾ അവർക്ക് ചെയ്യാം, പല വഴിയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. എങ്ങനെ, അതായത് പല കാര്യങ്ങൾ വിറ്റുകൊണ്ട്, എന്തൊക്കെയാണ്, വാട്ടർ, ജ്യൂസ്, ബിസ്ക്കറ്റ്, മൊബൈൽ കാർഡ്സ്, ന്യൂസ് പേപ്പേഴ്സ്, ആർക്ക്, ടു ദ പാസഞ്ചേഴ്സ്. അതായത് ഈ പാസഞ്ചേഴ്സിന് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിറ്റുകൊണ്ട് ചെയ്യാൻ പറ്റും, അവർക്ക് അവരുടേതായ ഏണിങ്സ്, റവന്യൂ ചെയ്യാൻ പറ്റും, അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നൊരു ഐഡിയ ആണ് നമ്മുടെ ഇർഫാൻ ആലം ചെയ്ത് ആ കോൺടെസ്റ്റിൽ ഷെയർ ചെയ്തത്. ഓക്കെ, then I won the show and was offered the seed money of ₹150 lakh. അങ്ങനെ ഞാൻ ചെയ്തു, എൻ്റെ ഈ ഐഡിയ ഞാൻ ആ കോൺടെസ്റ്റിൽ ഷെയർ ചെയ്തതോടുകൂടെ ചെയ്തു, ആ പ്രോഗ്രാമിൽ ഷെയർ ചെയ്തതുകൂടെ എൻ്റെ ഐഡിയക്കാണ് കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ എൻ്റെ ഐഡിയക്ക് ചെയ്തു, ഫസ്റ്റ് പ്രൈസ് ലഭിക്കുകയും എനിക്ക് ചെയ്തു, 150 lakh എനിക്ക് പ്രൈസ് മണിയായിട്ട് ലഭിക്കുകയും ചെയ്തു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാസ് സമ്മാൻ സ്റ്റാർട്ടഡ് വിത്ത് ദീസ് സീഡ് മണി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇർഫാൻ ചോദിക്കുകയാണ്, ഈ സമ്മാൻ എന്ന ഓർഗനൈസേഷൻ നിങ്ങൾ ഈ ക്യാഷുമായിട്ടാണോ സ്റ്റാർട്ട് ചെയ്തത്? അതായത് ഈ ക്യാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ TV പ്രോഗ്രാമിൽ ഇദ്ദേഹത്തിന് ചെയ്തു, 150 lakh ലഭിച്ചു. അപ്പോൾ ചോദിക്കുകയാണ്, ഈ ക്യാഷുമായിട്ടാണോ നിങ്ങൾ ഈ സമ്മാൻ എന്ന ഓർഗനൈസേഷൻ എന്ന പ്രോഗ്രാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, നോ, ഒരിക്കലല്ല, ഞാൻ ആ ക്യാഷുമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. പറയുകയാണ്, അതിന് കാരണം എന്താണ്, I very soon realized that the entry barrier to this business was very low. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് എൻട്രി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വളരെയധികം ഡിഫിക്കൽട്ടി ആയിരുന്നു. ദ ഓൺലി വേ ടു സസ്റ്റെയിൻ ദിസ് ബിസിനസ് വാസ് ടു ഏൺ ദ ലോയാലിറ്റി ഓഫ് ദ റിക്ഷ പുള്ളേഴ്സ്. പക്ഷേ എൻ്റെ മെയിൻ എയിം എന്തായിരുന്നു, എനിക്ക് എൻ്റെ ബിസിനസ് എനിക്ക് നിലനിർത്തണമെങ്കിൽ എനിക്ക് ആദ്യം വേണം, ഓട്ടോ ഡ്രൈവർമാരുടെ ലോയാലിറ്റി പറഞ്ഞാൽ സപ്പോർട്ട് എനിക്ക് വേണം. ഐ വാണ്ട് ടു പ്രൊവൈഡ് ഇൻഷുറൻസ്, ID കാർഡ്സ് ആൻഡ് യൂണിഫോംസ് ടു ദ റിക്ഷ പുള്ളേഴ്സ്. അങ്ങനെ ഞാനത് ചെയ്തു, ഓട്ടോ ഡ്രൈവർമാർക്ക് അവർക്ക് പ്രധാനമായും ആവശ്യമായി വരുന്ന യൂണിഫോം, അതുപോലെ ID കാർഡ്സ്, റിക്ഷ അതൊക്കെ ചെയ്തു, ഇവർക്ക് നൽകി. ഐ വാണ്ട് ടു റൺ ദീസ് എസ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ചെയ്തു, ഈ ഒരു സംഭവം ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് ചെയ്തത്, കൺസിഡർ ചെയ്തത്. ടു ബി ഹോണസ്റ്റ് വിത്ത് യു, ഐ വാസ് നോട്ട് തിങ്കിങ് അബൌട്ട് സോഷ്യൽ എൻ്റർപ്രീനർഷിപ്പ് അറ്റ് ദീസ് പോയിൻ്റ്. ഈ സമയത്ത് ഒരു സോഷ്യൽ എൻ്റർപ്രീനർഷിപ്പ് എന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കുക പോലും ചെയ്തില്ല. മനസ്സിലായോ? എൻ്റെ എയിം എന്തായിരുന്നു, ഇവർക്ക് ആവശ്യമാണ്, അതായത് ഓട്ടോ ഡ്രൈവർമാർക്ക് ആവശ്യമായ യൂണിഫോം, ID കാർഡ്സ്, ഇൻഷുറൻസ്, ഇതൊക്കെ നൽകുക എന്നായിരുന്നു. ഈ ഓട്ടോ ഡ്രൈവർമാരുടെ ലോയാലിറ്റി, സപ്പോർട്ടാണ് എനിക്ക് ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ എയിം. ആദ്യം അത് നേടിയെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ബിസിനസ് എനിക്ക് നിലനിർത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ I just thought that it would be the best way to sustain the business and easiest way to get banks to give out loans. അങ്ങനെ ആ സമയത്ത് ഞാൻ വിചാരിച്ചു, ഇതാണ് ഏറ്റവും ഒരു ഈസിയസ്റ്റ് വേ,
എന്തിനുള്ള എൻ്റെ ബിസിനസ് നിലനിർത്താനും അതുപോലെ തന്നെ ഈ ഓട്ടോ ഡ്രൈവർമാർക്ക് ലോൺ ലഭിക്കാനും. കാരണം ഇതിൻ്റെ മുൻപേ ഓട്ടോ ഡ്രൈവർമാർക്ക് ലോൺ ലഭിച്ചിരുന്നില്ല. കാരണം ഈ ഓട്ടോ ഡ്രൈവേഴ്സിന് സൊസൈറ്റീൻ്റെ ലോവർ സ്ട്രാറ്റയിലായിട്ടാണ് ഇവരെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, മനസ്സിലായോ? പക്ഷേ ഇപ്പോൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു സമ്മാൻ എന്ന ഓർഗനൈസേഷൻ വന്നു. അതോടുകൂടി ചെയ്തു, ഈ ഓട്ടോ ഡ്രൈവർമാർക്ക് ചെയ്യാൻ തുടങ്ങി, ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി, ലഭിക്കാൻ തുടങ്ങി. Since the organizers of the TV show did not agree to this model, പക്ഷേ എൻ്റെ ചില ഐഡിയാസ്, എൻ്റെ ചില ആശയങ്ങളുമായിട്ട് എൻ്റെ ചില മോഡലുകളുമായിട്ട് ആർക്ക് അഗ്രി ചെയ്യാൻ കഴിഞ്ഞില്ല? ഈ TV ഓർഗനൈസേഴ്സിന്, അതായത് ബിസിനസ് ബാസികർ എന്ന പ്രോഗ്രാമർക്ക് അഗ്രി ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ I ended up refusing the seed capital, അതായത് അവരെനിക്ക് തരാൻ എന്ന് പറഞ്ഞ ആ 150 ലാക്ക് ഞാൻ ചെയ്തു, റെഫ്യൂസ് ചെയ്യുകയും ചെയ്തു. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് my video.